ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഒരു ചേരുവ ചേർത്ത് നിങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മിണുമിണുപ്പും ഒട്ടിപ്പിടിപ്പും ഒന്നുമില്ലാണ്ട് നല്ല കനം കുറച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എത്ര കനം കുറച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇനി ഉണ്ടാക്കാനും മടി തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കൂല കേട്ടോ. കണ്ടല്ലോ, ഞാൻ എത്ര അമർത്തി പിടിച്ചാലും നമ്മുടെ ദോശ ഒട്ടിപ്പിടിക്കും, ഒന്നുമില്ല. 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. കലക്കി ഉടൻ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മിണുമിണുപ്പ് ഒന്നും ഉണ്ടാവില്ല, എത്ര കഴിച്ചാലും നമുക്ക് മടുക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയും ഒക്കെ എടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഞാൻ 2.5 കപ്പ് പൊടി എടുത്തുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കാണ് കേട്ടോ കടലമാവ് എടുക്കേണ്ടത്. എന്നിട്ട് അതുകൂടി ചേർത്തെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വിസ്ക് വെച്ചിട്ട് കട്ടകളൊക്കെ ഉടച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിതിൻ്റെ പരുവം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ കറക്റ്റ് വെള്ളത്തിൻ്റെ കണക്കൊന്നും പറയണില്ല കേട്ടോ. ഞാൻ നല്ല കട്ടിക്കുമല്ല നമ്മുടെ മാവ് വേണ്ടത്, എന്നാൽ നല്ല ലൂസിലുമല്ല. ഇത് കണ്ടല്ലോ, ഇത് ചെറിയൊരു കട്ടിക്കുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. കൂടുതൽ ലൂസും ആവരുത്, കൂടുതൽ ടൈറ്റും ആവരുത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. എൻ്റെ പാനിൽ ഞാൻ ഇന്നലെ ചപ്പാത്തി ചുട്ടെടുത്തതുകൊണ്ട് ആദ്യത്തെ ഒരപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചു കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അതെ, ഞാൻ ഇന്നലെ എണ്ണയില്ലാണ്ട് ചപ്പാത്തി ഇതിൽ ചുട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെക്കുക. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കനം കുറച്ച് നിങ്ങൾക്ക് എത്ര ചുറ്റിച്ചെടുക്കാൻ പറ്റുമോ അത്രയും ചുറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പാനിൽ ചെറുതായിട്ട്, നല്ലോണമല്ല, ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ നടുഭാഗമൊക്കെ. അപ്പോൾ അത് കുഴപ്പമില്ല, ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഞാനിതുപോലെ ഒന്ന് ചുട്ടെടുത്തുകൊണ്ടാണ് നമ്മൾ എണ്ണ പുരട്ടി ചുടുന്നതിൽ എണ്ണ പുരട്ടാണ്ട് നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്തപ്പോൾ നമ്മുടെ പാനിന് വന്ന അതാണ് കേട്ടോ. പിന്നെ കുറേ കാലമായി എൻ്റെ പാനും മാറ്റാറായിക്കണം. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കനം കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ചുട്ടെടുക്കുക. ബാക്കിയുള്ളതൊന്നും ഒട്ടിപ്പിടിച്ചില്ല കേട്ടോ. ആദ്യത്തെ മാത്രമാണ് ഒട്ടിപ്പിടിച്ചുള്ളൂ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നേരെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അറിയാത്തവർക്കാണത്. അല്ലെന്നുണ്ടെങ്കിൽ നേരെ ചുറ്റിച്ചെടുക്കുക. ഇനി പ്രയാസമുള്ളവർക്ക് അത് കുറച്ച് വെച്ച് ചുറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് എത്ര കനം കുറച്ച് വേണമെങ്കിലും ഇതുപോലെ പരത്തിയെടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ മാത്രം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അതിന് മുന്നേ കുറച്ച് വെക്കരുത്. അപ്പം നമ്മുടെ ഹോൾസ് ഒന്നും ഇങ്ങനെ ഇതുപോലെ വരില്ല. കണ്ടല്ലോ, നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. കണ്ടല്ലോ, ബാക്കിയുള്ളതൊന്നും നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.